പൊളി പൊളി. നമ്മുടെ 10ാമത്തെ ചേറാനാട്ടോ. അതെ, ബേബി ക്രോസ് കിട്ടിയ ഇച്ചിരി കുഴപ്പമില്ലാത്ത സൈസാട്ടോ. അടിച്ച് കാല് ഉണ്ട്. കിട്ടി സാധനം കിട്ടി. ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അടിപ്പിക്കണമെന്ന്. നമ്മുടെ കിളി പറക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. എൻ്റെ ദൈവമേ, ചേറാനാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഹെവി സാധനം, ഹെവി. ഹ്യൂജ് സാധനം കേട്ടോ. ഹായ് ഗൈസ്, അപ്പോൾ നമ്മൾ രാവിലെ ചെറിയൊരു ചലഞ്ച് ഏറ്റെടുത്തിട്ട് വരും കേട്ടോ. അതായത് നമ്മൾ ഇപ്പോൾ കൊട്ടവഞ്ചി പോകാനുള്ള സെറ്റപ്പ് വേണ്ട, വെള്ളവും സാധനങ്ങളും ടൂൾസ് എല്ലാം നമ്മൾ കയറ്റിയിട്ടുണ്ട്. അപ്പം നമ്മൾ നമ്മുടെ ഇതിന് താഴെ അപ്പം ഒരു 19 മീറ്റർ ചണ്ടിയാണ്. ആ ചണ്ടി കഴിഞ്ഞിട്ട് നല്ല രീതിക്ക് തെളിഞ്ഞ് കിടപ്പുണ്ട്. അതായത് ഇപ്പോൾ ഈ ബാക്കി കാണുന്ന രീതി പോലെ നല്ല രീതിക്ക് ചണ്ടിയൊക്കെ മാറി പായലൊക്കെ മാറി അത്യാവശ്യം നല്ല പോലെ തെളിഞ്ഞ് കിടപ്പുണ്ട്. അപ്പം നമ്മൾ അങ്ങോട്ട് പോകാനാണ് പദ്ധതി. അതായത് ചണ്ടിയുടെ മണ്ടയ്ക്കൂടെയൊക്കെ പോകണം. എങ്ങനെ ആ ടാസ്ക് എങ്ങനെയാണെന്നൊന്നും അറിയത്തില്ല. സമയം ഏകദേശം 8:30-9 മണിയോളം ആയി. നമ്മൾ ഒറ്റയ്ക്കേ ഉള്ളൂ. ഒറ്റയ്ക്കാണ് നമ്മൾ എന്തായാലും പോകുന്നത്. എന്തുവാണെന്നൊന്നും അറിയത്തില്ല. അവിടെ വരെ ചെല്ലുമോ, നമുക്ക് പോകാൻ പറ്റുമോ എന്നൊന്നും അറിയത്തില്ല. എന്തായാലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം പോകാൻ പറ്റുമോ ഇല്ലയോ എന്ന്. പോയി കഴിഞ്ഞാൽ അവിടുന്ന് മീൻ അടിക്കുന്നുള്ള കാര്യം കൺഫേം ആണ്. കാരണം ആ ഏരിയയിലെങ്ങും വർഷങ്ങളായിട്ട് ആരും കാസ്റ്റ് ചെയ്തിട്ടില്ല. ഇതുവരെയായിട്ടും ആരും അങ്ങോട്ട് പോയിട്ടുമില്ല. അപ്പോൾ അവിടെ മൂടി കിടക്കുമായിരുന്നു. ഇപ്പോൾ വെള്ളം താന്ന സ്ഥിതിക്ക് അവിടെ തെളിഞ്ഞ് കുറച്ച് കിട്ടിയിട്ടുണ്ട്. അവിടെ വരെ പോകണം. കൊട്ടവഞ്ചിയും കൊണ്ട് പോകുന്നത് വൺ ടാസ്ക്കാണ്. കാരണം വള്ളം പോകുന്ന പോലെ ഇത് കയറിപ്പോകത്തില്ല. എന്തായാലും നമുക്ക് നോക്കാം, പോകാൻ പറ്റുമല്ലെന്ന് അറിയത്തില്ല. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുവാണ്. എന്തായാലും പോകുന്ന വഴിക്ക് എന്തായാലും കാസ്റ്റ് ചെയ്യും. ഇതിന് പോകുന്ന വഴിക്ക് കാസ്റ്റ് ചെയ്ത് മീൻ വല്ലതും കിട്ടുവാണെങ്കിൽ അത് നമ്മൾ ഇതിനകത്ത് ആഡ് ചെയ്യുന്നതായിരിക്കും. എന്തായാലും നമുക്ക് ടാർഗറ്റ് നമ്മൾ ആ പറഞ്ഞ സ്ഥലത്താണ്. എന്തായാലും ഞാൻ അങ്ങോട്ട് പോയി നോക്കാം. നേരെ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഫ്രണ്ട്സ്, ഇതുണ്ടോ നമ്മുടെ പഴയ സൈറ്റാണിത്. ഇവിടുന്ന് നേരെ പോകണം. അതിൻ്റെ തുഴഞ്ഞ് ഈ പുഞ്ചെല്ലാം കവർ ചെയ്ത് ഇതും കവർ ചെയ്ത് ക്രഷറിൻ്റെ അവിടെ ചെല്ലണം. നമ്മൾ ക്രഷർ അതല്ലേ പാറ പിടിക്കുന്ന നമ്മുടെ നേരത്തെ പിടിക്കത് കാണിച്ചിട്ടുണ്ട്. അതായത് നമ്മൾ ഷാർക്ക് 3യുടെ ഹാൻഡിൽ ഒടിച്ച ഒരു സ്ഥലമുണ്ട്. അവിടെ കവർ ചെയ്ത് അതും കഴിഞ്ഞിട്ട് പോകണം. നമ്മൾ കൊട്ടാഞ്ചി എല്ലാം സെറ്റ് ചെയ്ത് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ മേടിച്ചെല്ലാം സെറ്റാക്കി അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നേരെ ഇവിടുന്ന് തുഴഞ്ഞ് നേരെ താഴെ പോവുക എന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ എന്തായാലും നമുക്ക് നേരെ പോവാം. എന്തായാലും ഒരു 3-4 കിലോമീറ്റർ വണ്ടയിലുണ്ട് നമുക്ക് എന്തായാലും പോകാൻ. എന്തായാലും നമുക്ക് ട്രൈ ചെയ്ത് നോക്കാം കേട്ടോ ഗൈസ്. ഫ്രണ്ട്സ്, ഫൈനലി നമ്മൾ കരയിൽ നിന്ന് വിട്ടിട്ടുണ്ട്. നമ്മുടെ വണ്ടി തോന്നുകൊണ്ട് ഒറ്റയ്ക്ക് അവിടെ ഇരിപ്പുണ്ട്. നമ്മൾ കരയിൽ നിന്ന് എന്തായാലും വിട്ട് നമ്മൾ കൊട്ടവഞ്ചി എടുത്ത് ഏകദേശം പുഞ്ചയുടെ അകത്തിറങ്ങി. കൊട്ടവഞ്ചിയിലാണ്. അപ്പോൾ എന്തായാലും ഇനി തുഴഞ്ഞങ്ങ് താഴെ ചെല്ലട്ടെ. വീഡിയോ എടുക്കാനുള്ള ടൈം എന്തായാലും കുറവായിരിക്കും. കാരണം തുഴഞ്ഞ് ചെന്ന് കഴിഞ്ഞിട്ട് ഞാൻ കാണിക്കാം. എന്തായാലും ഒറ്റയ്ക്കേ ഉള്ളൂ തുഴയാൻ. ഇതുണ്ടോ ഒരു മുളയും. അതായത് ഇങ്ങനെ നിന്ന് വേണം തുഴഞ്ഞു പോകാൻ. ടാസ്ക്കാണ്. കൊട്ടവഞ്ചി ഇങ്ങനെ കിടന്ന് കറങ്ങിയേ പോകത്തുള്ളൂ കേട്ടോ. അപ്പോൾ എന്തായാലും പാതിക്കൊക്കെ ചെന്നിട്ട് ഞാൻ കാണിക്കാം കേട്ടോ. കാസ്റ്റ് ചെയ്യാൻ നേരത്തൊക്കെ കാണിക്കാം. ഓക്കെ ഫ്രണ്ട്സ്, ഉണ്ട് ഫൈനലി നമ്മൾ ഏകദേശം അതിനടുത്ത് വന്നില്ല. ഈ കാണുന്ന ചണ്ടി ഉണ്ടോ, ഇതിനപ്പുറത്താണ് അങ്ങൊരു മരം നിൽക്കുന്നുണ്ട്. ഏകദേശം അവിടെ ആയിട്ടാണ് ഈ സംഭവം. നമുക്ക് പോകേണ്ടതെന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറങ്ങി പോകണം. അതുകൊണ്ട് ഈ കാണുന്ന ഗ്യാപ്പിൽ കൂടെ കയറി ആ ക്രഷറിൻ്റെ അവിടുന്ന് കറങ്ങി വേണം ആ കാണുന്ന സൈഡിൽ കൂടെ, തുരുത്തിൻ്റെ സൈഡിൽ കൂടെ കയറി ഇങ്ങനെ അവിടെ താഴെ ചെല്ലാൻ. ഏകദേശം നമ്മൾ തുഴഞ്ഞൂടെ വരെ ആയിട്ടുണ്ട്. കണ്ടോ, ഒരു 1.5 കിലോമീറ്റർ 2 കിലോമീറ്റർ തുഴഞ്ഞു ഇവിടെ വരെ. ഇനി നമുക്കൊരു 3-4 കിലോമീറ്ററോടെ തുഴയാനുണ്ട്. ഇങ്ങനെ കറങ്ങി പോകണം. ഇങ്ങനെ അങ്ങ് പോകുമായിരുന്നെങ്കിൽ എളുപ്പമുണ്ടായിരുന്നു. പക്ഷെ ഇനി ഇങ്ങനെ കറങ്ങി ചെല്ലണം. എപ്പോൾ ചെല്ലുമെന്ന് ആർക്കറിയാം, ഒന്നും അറിയത്തില്ല. അവിടെ ചെന്നിട്ട് ഞാൻ കാണിക്കാം. ഈ തുരുത്തിൽ കയറി നമ്മളൊരു അടിപൊളി ഒരു കുക്കിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ തുരുത്തിൽ. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാൻ കമൻറ്റ് ബോക്സിൽ കൊടുത്തേക്കാം. താല്പര്യമുള്ളവരെല്ലാവരും കയറി കാണുക, സപ്പോർട്ട് ചെയ്യുക കേട്ടോ. നല്ല അടിപൊളി ഒരു വീഡിയോ കേട്ടോ അത്. നമ്മൾ ഇവിടുന്ന് തന്നെ മീൻ പിടിച്ച് അവിടെ തന്നെ കയറി കുക്ക് ചെയ്ത്
ഫുഡ് കഴിക്കുന്നൊരു വീഡിയോ ആണ്, കാണിക്കാം. നമ്മൾ ഏകദേശം അവിടെ നിന്ന് കവർ ചെയ്ത് ഇപ്പുറത്തോട്ടായിട്ടുണ്ട്. വരുന്ന വഴിക്കൊരു കാഴ്ചയുണ്ട്. ഇതുണ്ടോ, ഞങ്ങളുടെ നാട്ടിൽ ഇതിനെ മഴക്കിളി എന്ന് പറയും. ഇത് കൂട്ടത്തോടെ ഈ സന്ധ്യ സമയത്ത് മഴക്കോള് കാണുമ്പോൾ വട്ടം ഇട്ട് പറക്കുന്ന കേട്ടോ. അതായത് ഈ സ്ഥലത്തൊക്കെ വെള്ളത്തിലൊക്കെ മുട്ടി മുട്ടി നിൽക്കും. എനിക്ക് വന്ന് കണ്ടോ, അതിന് വയ്യ അതിന് പോകാൻ. എനിക്കൊന്ന് എന്തോ മീൻ എന്തോ അടിച്ചതാണ്, പക്ഷെ അതിന് പറക്കാനുള്ളൊരു ത്രാണിയില്ല. അതിനെ എടുക്കാൻ പറ്റുമോ നോക്കട്ടെ, രക്ഷപ്പെടുത്താം. ഫൈനലി അതിനെ നമ്മൾ എടുത്തിട്ടുണ്ട്. കഷ്ടം, അതിന് വയ്യ കേട്ടോ. അതിനെന്തോ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് അറിയത്തില്ല. എന്തോ അടിച്ചതാണ് അതിനെ. കാരണം വട്ടം ഇട്ട് പറക്കുന്ന സാധനം ഇത്. പിന്നെ ചിറകിനൊന്നും വലിയ ഡാമേജായിട്ട് കാണുന്നില്ല. ഇത് കൊത്തുമോയെന്ന് അറിയത്തില്ല കേട്ടോ, കാരണം ചുണ്ടൊക്കെ ഹെവി ചുണ്ടാണ്. കൊത്തിക്കഴിഞ്ഞാൽ പണി വാളും. ഇതിന് കാല് ചിറകും വയ്യ കേട്ടോ, ഇതിന് കഷ്ടം. ടാസ്ക്. ഗൈസ് നമ്മളെന്ത് ചെയ്യും ഗൈസിനെ, ഫ്രണ്ട്സ് നമ്മളെന്ത് ചെയ്യും? ഒരെത്തും പിടുത്തം കിട്ടുന്നില്ലല്ലോ. ഇതിന് വെള്ളത്തിൽ വീണ് ചിറകൊക്കെ നനഞ്ഞത് കൊണ്ടാണ്. എന്തായാലും കുറച്ചൊരു സാധനം കൊട്ടാഞ്ചി ഇരിക്കട്ടെ. നമുക്ക് വെയിലൊക്കെ കൊള്ളിച്ചിട്ടെ ഏതെങ്കിലും ചണ്ടിയുടെ മണ്ടയ്ക്കോ എവിടെയെങ്കിലും ഇറക്കി വിടാം കേട്ടോ. ഇതിനെ കാണാനൊരു രക്ഷയില്ല. ആശാന് മനസ്സിലായി നമ്മൾ രക്ഷിക്കുമെന്ന്. അതിൻ്റെ ചുമന്ന കണ്ണ കേട്ടോ. കഷ്ടമുണ്ട്. എന്ത് പറ്റിയാണ് ദൈവമേ. ടാസ്ക് ആയാലും നമ്മുടെ ഇരിക്കുന്ന തണുത്ത വെള്ളമോ. ഇതിനെ ഒന്ന് സെറ്റാക്കാൻ പറ്റിയ നമുക്ക് തൽക്കാലം നമ്മുടെ ഈ തൊപ്പിക്കകത്തിട്ട് വെക്കാം കേട്ടോ. തൊപ്പിക്കകത്താകുമ്പോൾ സീനില്ലാതിരുന്നോളും. പക്ഷേ നമ്മൾ തൊപ്പിക്കകത്ത് വെച്ചിട്ടുണ്ട്, ഇങ്ങോട്ടിരിക്കട്ടെ. ചിറകൊക്കെ ഉണങ്ങി കഴിയുമ്പോഴത്തേക്കും ചിലപ്പോൾ ഒരു പക്ഷേ ഇത് പറന്ന് പോകാൻ ചാൻസ് ഉണ്ട്. ഫ്രണ്ട്സ് ഇത് കണ്ടോ, ഇത് കഴനാ കയറിപ്പോന്ന കേട്ടോ. ഇതുണ്ടോ, കഴനാ കയറിപ്പോന്ന സൈറ്റാണ്. ഇവിടെ വലിയൊരു മീനിൻ്റെ മുള്ള് കിടപ്പുണ്ട്. ഇത് കണ്ടോ നിങ്ങൾ, ഹ്യൂജ് സാധനം കേട്ടോ. ഷിറ്റ്, ഇതെന്ത് പോകാമെന്നൊരു ഐഡിയ ഇല്ല കേട്ടോ. ഹെവി സാധനം. ഇത് തലയുടെ ഭാഗം കേട്ടോ. ഇത് കണ്ട തലയാണിത്. ഇത് കണ്ടോ. എൻ്റെ ദൈവമേ, ചേറാനാണോ എന്നൊരു ഡൗട്ടുണ്ട്. ഹെവി സാധനം, ഹെവി. ഹ്യൂജ് സാധനം കേട്ടോ. എൻ്റെ പൊന്നെ, ഇമാർ ഇതിനെയൊക്കെയാ ഈ തിന്നുന്നത്. ഇതുണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ അകത്തോട്ട് പോയിട്ടുണ്ട് കേട്ടോ. എൻ്റെ പൊന്ന്, ഇതൊക്കെ ചൂണ്ടയിലടിച്ചുള്ള അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എൻ്റെ ഹെവി സാധനം ഇത്. ഇതിൻ്റെ തലയുടെ വലിപ്പം തന്നെ എൻ്റെ പൊന്നെ. ഞാൻ ഈ കുത്തുന്ന മുളയുടെ ഇത് കണ്ടോ, ഒരടിയുണ്ട് കേട്ടോ ഇതിൻ്റെ തലയുടെ. ഇത് തന്നെ തലയോട്ടിയുടെ അത്ര ഭാവം കേട്ടോ. ഇത് ഒരടിയുണ്ട്. ഉയ്യോ എൻ്റെ പൊന്ന് ഗായ്സ്, ഹെവി ഹൈറ്റ്, ഹെവി സാധനം കേട്ടോ. ഇതുണ്ടോ, ഇതൊക്കെ അതിൻ്റെ ചിറകും ചെളയുടെ ഭാവമൊക്കെ കേട്ടോ ഇതൊക്കെ. എൻ്റെ പൊന്നോ, ബാക്കി സാധനമൊന്നും ഇല്ല. ബാക്കിയൊക്കെ ഇതിനടിയിൽ പോയി. പക്ഷെ എൻ്റെ പൊന്നെ, ഇത് എന്ത് ഐറ്റം വന്നൊരു എട്ടും പിടിയും കിട്ടുന്നില്ലല്ലോ. ഇതുപോലും ഇല്ല കേട്ടോ. ഫൈനലി നമുക്ക് അവിടെ നിന്നൊരു കമ്പ് കിട്ടിയിരുന്നുണ്ട്, ഹെവി ഒരു കമ്പ് കിട്ടി. അതുകൊണ്ട് ഇതുണ്ട്, കൊട്ടാഞ്ചി കയറി വന്ന വഴിയാണ് നിങ്ങളീ കാണുന്നുണ്ട്. വെള്ളമില്ല കണ്ടോ, ഇതുപോലെ ചണ്ടി കുത്തി കണ്ടോ. വെള്ളമില്ലാത്തൊരു നമ്മൾ കിടക്കുന്നുണ്ടോ, ചണ്ടി കുത്തി നമ്മൾ കൊണ്ട് അങ്ങ് താഴെ വരെ പോകണം. സൈറ്റ് കാണിച്ചു തരാം. കണ്ടോ, ഇതാണ് നമ്മൾ പോകാൻ ഉദ്ദേശിച്ച സ്ഥലം. ഇപ്പോൾ ഇവിടെ നോക്കിയാൽ ചെറുതായിട്ടേ കാണത്തുള്ളൂ. അവിടെ ചെല്ലണം നമ്മൾ. പൂപ്പാട് വരും കേട്ടോ. ഇവിടെ ഇത്രയിടത്തും കുഴപ്പമില്ല. ആ നല്ല പച്ചപ്പ് കാണുന്ന ഭാഗം കണ്ടോ, കാണിയാം. സൂം ഔട്ട് ചെയ്തിട്ട് കാണിയാം. കണ്ടോ, ആ പച്ചപ്പ് കാണുന്ന ഭാഗത്ത് കൊട്ടാഞ്ചി കയറത്തില്ല. വൺ ടാസ്ക്കാണ് അവിടെ. ഒന്നെങ്കിൽ അവിടുന്ന് ഈ സാധനം പൊക്കിയെടുത്ത് വെക്കേണ്ടി വരും, ഇറങ്ങി പോകേണ്ടി വരും ചണ്ടിയുടെ മണ്ടയ്ക്ക്. അതും വൺ റിസ്കി പിടിച്ച പരിപാടിയാണ്. ഈ ചണ്ടിക്കകത്താണ്, ഇതിനകത്താണ് കഴനായൊക്കെ കിടക്കുന്നത്. നമ്മുടെ ചുറ്റും വെള്ളമില്ല. നിങ്ങളിത് കണ്ടോ, വെള്ളമില്ല നമ്മുടെ ചുറ്റും. ഫുള്ള് ചണ്ടി മാത്രം. നമുക്ക് വന്ന വഴിക്ക് ഹെവി ഒരു കമ്പ് കിട്ടി. അതിലാണ് ഇപ്പോൾ കുത്തി കുത്തി കയറി വരുന്നത്. നമ്മൾ ഈ രണ്ട് കമ്പ് കൊണ്ട് നടക്കത്തില്ല പരിപാടി, ഇത് ഒടിഞ്ഞു പോകും.
എന്തായാലും ഫോണിനകത്ത് ചാർജ് കുറവാണ്. ഞാൻ എന്തായാലും ഫോൺ ചാർജ് ചെയ്യാൻ ഇടട്ടെ. എന്തായാലും താഴെ വരെ ചെല്ലും എന്നൊരു പ്രതീക്ഷയുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കുകയാണ് ഗൈസ്. ഫ്രണ്ട്സ് ഇതുണ്ട്, നമ്മളിങ്ങനെ പിടിച്ചിട്ട് ഇങ്ങനെ ഇവിടെ കൊട്ടാഞ്ചേരി സെൻറ്ററിൽ ചവിട്ടിയിട്ടാണ് പോകുന്നത്. ഇങ്ങനെ തള്ളിയാണ് പോകുന്നത് കേട്ടോ. ടാസ്ക് പിടിച്ച പരിപാടിയാണ്. എങ്കിലും നമ്മളത് ചെയ്യും. ഇത് വലിക്കണം, വലിച്ച് ഇവിടെ കുത്തി 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 താക്കണം. കണ്ട, താത്തിട്ട് വീണ്ടും ഇവിടുന്ന് കയറി പോകണം. നമ്മൾ വലിയൊരു ചണ്ടിക്കകത്ത് കുടുങ്ങി കഴിച്ചു. നമുക്ക് ഇവിടുന്ന് ദിശ മാറും, ഇങ്ങനെ കറങ്ങിപ്പോണം. മാറ്റിക്കുത്തും ഇല്ല പണി പോലെ. ഈ കമ്പിനാണ് ഒടുക്കത്ത് വെച്ച് പച്ചക്കമ്പ. അയ്യോ അമ്മ, ഭയങ്കര കട്ടിയുള്ള ചണ്ടിയാണ്. അങ്ങനൊന്നും താഴത്തില്ല കുന്ത. നമ്മളൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയാണ് ഇത്ര റിസ്ക് എടുത്ത്, അതായത് നിങ്ങളെ വീഡിയോ എടുത്ത് കാണിക്കാൻ. നമുക്ക് വേറെ മീനടിക്കുന്ന ഒരു ഓപ്ഷൻ കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും റിസ്ക് എടുത്ത് നമ്മളിവിടെ വന്നിട്ട് ഇവിടെ മീനടിക്കോ ഇല്ലെന്നൊന്നും നമുക്ക് അറിഞ്ഞുകൂടാ. നമ്മളെന്തായാലും പോവാണ്. ഇപ്പം തന്നെ ഒരു 4 കിലോമീറ്റർ മുകളിലായിട്ടുണ്ട് കേട്ടോ. എൻ്റെ ദൂരുന്ന കാര്യമാണ് ടാസ്ക്. ഊരി കുത്തണം. ഈ ചന്തിക്കത്ര താഴത്തില്ല. ഭയങ്കര പാടാട്ടോ, ഉദ്ദേശിക്കുന്ന പോലല്ല. വള്ളമാണെ സീനില്ല, വള്ളമാണെ കുത്തിയാൽ കയറിപ്പോന്ന് പറയാം. ഇതാണ്ട് അനങ്ങുന്ന പോലുമില്ല. ഇനിയിപ്പോൾ നമുക്ക് ഇങ്ങനെ പോകാം. എങ്കിലും നമുക്ക് അവിടെ ചെല്ലാൻ പറ്റത്തുള്ളൂ. ഏകദേശം അവിടെ ചെന്നിട്ട് വേണം കാസ്റ്റ് ചെയ്യാൻ. അതിനകത്ത് എന്തെങ്കിലും ഉണ്ടോയെന്നും അറിയത്തില്ല. എന്തായാലും നമ്മൾ പോവാം. പണ്ടൊക്കെ ഇവിടെ തെളിഞ്ഞ് കിടന്നിടമായിരുന്നു. തെളിഞ്ഞ് കംപ്ലീറ്റ് കിടന്നിടമാണ് കേട്ടോ. ഇതെല്ലാം ഈ ചണ്ടി എന്ന് പറഞ്ഞ സാധനം ഇല്ലായിരുന്നു. ആ പ്രളയം വന്നാണ് ഇവിടെ സീനായത്. ഇത്രേ ഈ പുഞ്ചയൊക്കെ കംപ്ലീറ്റ് കായൽ പോലെ കിടന്ന പുഞ്ച കണ്ടോ. അതാണ് നമ്മൾ പോകാൻ കാസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ഹെവി സൈറ്റ്. അതാട്ടോ. അവിടെ ഇതുപോലുള്ള വെള്ളമൊക്കെ കാണത്തുള്ളൂ. നമ്മളെന്തായാലും നമ്മളിവിടെ വന്നു. നമ്മൾ ആഗ്രഹിച്ച പോലെ നമ്മളിവിടെ വന്ന്. ഇതാണ് മീൻപിടുത്തത്തിൻ്റെ ഒരു ഭ്രാന്ത്. അങ്ങനെ 5-6 കിലോമീറ്ററുകൾ താണ്ടി നമ്മളിവിടെ വന്നിട്ടുണ്ട്. ഇനിയിപ്പം ഇതിലേക്കൂടെ നൈസായിട്ട് കുറച്ചും കൂടി ഗേറ്റ് ഇടാം. എന്നിട്ട് അവിടെ കാസ്റ്റ് ചെയ്യാൻ സ്ഥലമുണ്ട്, അവിടെ നിന്ന് കാസ്റ്റ് ചെയ്യാൻ നോക്കാം. വല്ല അടിക്കുമെന്ന് അറിയണമല്ലോ. ഇവിടെയൊക്കെ അടിക്കും, മീനടിക്കുന്ന ഒരു പ്രതീക്ഷയുണ്ട് കേട്ടോ. അവിടെ ഫോളോ. ഓ എൻ്റെ പൊന്നേ, മീനടിച്ച സൗണ്ട് കേട്ടോ നിങ്ങൾ. മീനടിച്ച സൗണ്ട് കേട്ടോ നിങ്ങൾ. കിട്ടിയില്ല, മാന്താപ്പൈറ്റം കിട്ടിയില്ല ഫ്രണ്ട്സ്. ഓ മൈ ഗോഡ്. ഞാൻ വരണ്ടു പോയി ഗായ്സ്. ഇനി അവൻ അടിക്കുമെന്ന് തോന്നുന്നില്ല. ഓ ജോയിൻറ്റ് മാന്താപ്പൈറ്റ് വരുന്നു. അതെങ്ങാണോ അടിച്ചായിരുന്നുണ്ടല്ലോ. എൻ്റെ പൊന്നു ഗായ്സ്, അത് പോയ പോക്കുണ്ടോ. ഷിറ്റ്, എൻ്റെ ഒരൊറ്റ മിസ്റ്റേക്കിൽ അത് പോയത്. ഗായ്സ് ഉണ്ട്, നമ്മുടെ കിളി പറക്കാറായെന്ന് തോന്നുന്നു കേട്ടോ. ഫൈനലി പറന്നു പോയി ഗായ്സ്. ഉണ്ട്, അടിപൊളി. അങ്ങനെ അവനെ നമ്മൾ രക്ഷപ്പെടുത്തിയിട്ടുണ്ട്. ഉണ്ട്, ഞാൻ പറഞ്ഞില്ല അവൻ ഉണങ്ങിക്കഴിഞ്ഞാൽ രക്ഷപ്പെടുമെന്ന്. ഞങ്ങൾ ഇത്ര നേരം കൂടെ കൊണ്ടുവന്ന അറിയില്ലേ. അല്ല അവിടെ അങ്ങനെ ഇരുന്നാൽ ചില പാമ്പെല്ലാം പിടിച്ചിരുന്നെങ്കിലോ. അങ്ങനെ ഫൈനലി നമ്മൾ അവനെ രക്ഷപ്പെടുത്തി. അപ്പം എന്തായാലും ആ ഒരു സന്തോഷമുണ്ട് നമുക്ക്. ആ കൂട്ടത്തിൽ നമ്മൾ പയ്യെ താഴോട്ട് തുഴഞ്ഞു പോകാൻ പോവുകയാണ് ഗൈസ്. ഓക്കെ, നമുക്ക് എന്തായാലും പോവാം. നമുക്ക് പയ്യെ ഇറങ്ങാം. നമുക്ക് എന്തായാലും നമ്മുടെ ലക്ഷ്യ സ്ഥലത്തോട്ട് നമ്മൾ പോവുകയാണ്. നമ്മൾ ആദ്യമേ നമുക്ക് മീൻ കിട്ടേണ്ടതാണ്. നമുക്ക് ഇവിടുന്ന് ഒരു മീൻ മിസ്സായി, ഇതിന് താഴെ നിന്നൊരു മീനും മിസ്സായി. ആ
സൈഡിലൊക്കെ മീൻ കാണത്തില്ലേ? കാണും, തീർച്ചയായിട്ടും കാണും. വരുന്നുണ്ട്. അടിച്ച് നമ്മുടെ ഫസ്റ്റ് മീൻ ചേറാനാണ്. കയറിയെന്ന് പറയാം. കാരണം നമ്മുടെ ഇപ്പം മൂന്നാമത്തെ മീനാണ്. പ്രോപ്പറായിട്ട് വീങ്ങിയേട്ടാ. നേരെ ചണ്ടിനെ കൊണ്ടേക്കോട്ടെ ചേട്ടാ. നമുക്ക് വിഷയമില്ല. അപ്പം നമ്മുടെ ഫസ്റ്റ് മീൻ കയറിയിട്ടുണ്ട്. ഒട്ടഞ്ച് കയറിയില്ല, ചണ്ടിനെ കൊണ്ടേ കയറിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ക്രോസിലാണ് അടിച്ചേട്ടോ. അതെ, അടിപൊളി. ഒരു 1 kg ഉള്ളൊരു ചേറാനാണ് കേട്ടോ. നമ്മുടെ ഫസ്റ്റ് ചേറാൻ ബ്രാവോയുടെ ക്രോസിൽ നല്ല പ്രോപ്പറായിട്ട് ഹുക്കായിട്ടുണ്ട്. അടിപൊളി. ഞാൻ കാണിച്ചു തരാം നിങ്ങളെ. ഉണ്ട്, ബ്രാവോയുടെ ക്രോസിലടിച്ച മീനാണ് കേട്ടോ. നല്ല കറുത്ത് കരിമുട്ടി സാധനം കേട്ടോ. അടിപൊളി, കണ്ടോ? നല്ല ബ്യൂട്ടിഫുള്ളായിട്ടുള്ള ചേറാനാണ്. നല്ല വലിയ നീളമില്ല കേട്ടോ. നല്ല ഉരുണ്ടിരിക്കുന്ന ചേറാൻ. നല്ല ഫിന്നൊക്കെ നമുക്ക് വീഴ്ച നല്ല സെറ്റപ്പ്. ഇതുണ്ടോ, ബ്രാവോയുടെ ക്രോസ് ഇരിക്കുന്നുണ്ടോ? അടിപൊളി, ഹുക്കപ്പ് കേട്ടോ. ഒന്നും പറയാനില്ല. ഇനിയിപ്പോൾ ഇവനെ എടുക്കുക. 2 ഹുക്കും കയറി കേട്ടോ. ഇതാണ് ബ്രാവോയുടെ ക്വാളിറ്റി. ഇതാണ് ഒന്മറ ഹുക്കും, അതുപോലെ തന്നെ റബ്ബർ ക്വാളിറ്റി ഒന്നും പറയാനില്ല. അടിപൊളി ഹെവി സാധനം. എനിക്ക് പാണ്ട ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ. പാണ്ട കഴിഞ്ഞിട്ട് എനിക്ക് ഇവനാണ് ഒരു രക്ഷയില്ല കേട്ടോ. അതെ, നമ്മുടെ ഫസ്റ്റ് ചേറാൻ കയറിയിട്ടുണ്ട് നമ്മളിവിടെ വന്നിട്ട്. ഓക്കെ, ഇവനെ കൊല്ലിക്കകത്താക്കാം. സെറ്റ്. അങ്ങനെ നമ്മുടെ ബ്രാവോയുടെ സ്റ്റിക്കിൻ്റെ പവർ കണ്ടോ? അതാണ് ഒരു രക്ഷയില്ലാത്തത്. ഈ പാമ്പലിനകത്തൊരു മീനുണ്ട്, നല്ല ഹ്യൂജ് ഒരു സാധനം ഉണ്ടായിരുന്നു. ഇപ്പം അതിനെ കാണാനില്ല. നല്ല സെറ്റപ്പ് ഒരു സാധനം കണ്ട. അവിടെ കൂടെ നിന്ന് കാസ്റ്റ് നോക്കാം. അപ്പോൾ അതൊക്കെ നല്ല ഹെവി സാധനങ്ങൾ ഹൈഡ് ചെയ്തിരിക്കും. നമ്മുടെ രണ്ടാമത്തെ മീൻ വരുന്നുണ്ട്. ഹെവി സാധനം. അതിനകത്ത് കയറല്ലടാ. വാ ഇവിടെ. പൊളി. എന്താ മോനെ ചേറ. ഹെവി. കീട്. എന്നാ മോനെ പൊളി. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചേറാൻ കയറിയിട്ടുണ്ട്. അതായത് നമുക്ക് ആദ്യം മീൻ അടിച്ചതിൻ്റെ ഏറ്റവും ബാക്ക് സൈഡിൽ നിന്നാണ് മീൻ കയറി കേട്ടോ. അപ്പം നമ്മുടെ രണ്ടാമത്തെ ചേറാൻ പൊളിച്ച് നമ്മൾ കഷ്ടപ്പെട്ടതിൻ്റെ ബലം നമുക്ക് കിട്ടുന്നുണ്ട്. പൊളി. നമ്മുടെ രണ്ടാമത്തെ ചേറാൻ ഏകദേശം അതേ സെയിം സൈസൊക്കെ തന്നെ കേട്ടോ. പൊളി. ബ്രാവോയുടെ ക്രോസാണ് തകർത്തോണ്ടിരിക്കുന്നത്. ബേബി ക്രോസ് ഇവിടെ ഉണ്ട്. വയസ്സാണ്ടേ നല്ല കിടുക്കാച്ചി ആയിട്ടും കേട്ടോ. ഒരു 1 kg സെറ്റ് കണ്ടേ. ക്രോസ് ഇരിക്കുന്നുണ്ടോ? ബ്രാവോയുടെ ക്രോസ് ഉള്ളിൽ കേട്ടോ, വിഴുങ്ങിമാര്. അടിപൊളി. പിന്നൊക്കെ നമുക്ക് നല്ല സെറ്റ് ചേറാൻ നമ്മുടെ രണ്ടാമത്തെ കേട്ടോ. ഹെവി ചേറാൻ നല്ല വിഴുങ്ങിയിട്ടുണ്ട്. പ്രോപ്പർ 2 ഹുക്കും കീട് സെറ്റ്. ഇവനെ കൂടെ എടുത്തിട്ട് കാസ്റ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, നമ്മുടെ രണ്ടാമത്തെ ചേറാൻ നമ്മൾ കുറച്ചുകൂടെ താഴോട്ട് ഇറക്കി കാസ്റ്റ് ചെയ്ത് കേട്ടോ. മെഷീന് ചെറിയ സൗണ്ടൊക്കെ ആയിട്ടുണ്ട്. ഈ സൈഡിൽ മീൻ കാണേണ്ടതാണ് ഗൈസ്. ഇവിടെ മീൻ കാണേണ്ടതാണ്. നമ്മുടെ അടുത്ത മീൻ ആണ്ടേ. അടുത്ത മീൻ, മൂന്നാമത്തെ മീൻ. ബ്രാവോയുടെ ക്രോസ്. ചേറാൻ അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാ കേട്ടോ. അടിപൊളി. മൂന്നാമത്തെ മീൻ. ബ്രാവോ. പൊളി. നമ്മുടെ മൂന്നാമത്തെ ചേറാൻ. ഫ്രൈഡ് ഉരുക്കല്ലടാ.
നമ്മുടെ മൂന്നാമത്തെ ചേറാൻ വേണ്ടേ, അത്യാവശ്യം കുഴപ്പമില്ലാത്ത സൈസാട്ടോ ഇത്. അപ്പോൾ ഇവനെ കൂടെ നമ്മളെടുത്ത് കൊല്ലിക്കത്തിടുകയാണ്. ഗൈസ് നമ്മളാണ്ടെ ക്ഷീണിച്ച് ഇപ്പോൾ മൊബൈൽ ഇത്ര നേരം കുത്തിയിട്ടേക്കുമായിരുന്നു. ഇപ്പോൾ ഫുൾ ചാർജായി. അതുകൊണ്ട് ഈ മരത്തിനടിയിൽ കയറി ഇതുണ്ട്, ഇതിനടിയിൽ ഇവിടെ കിടക്കുമായിരുന്നു കേട്ടോ ഇത്ര നേരം. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി. നമുക്ക് 3 ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നോക്കാം, കാസ്റ്റ് ചെയ്ത് നോക്കാം എന്തായാലും കിട്ടുമെന്ന്. ഇപ്പോൾ വെയിലൊക്കെ താന്ന് സെറ്റായിട്ടുണ്ട്. ഞാൻ കാണിക്കാം. ഇതുണ്ടോ, വെയിലൊക്കെ താന്ന് ഓളമൊക്കെ മാറി സെറ്റായിട്ടുണ്ട്. മുട്ടൻ വെയിലായിരുന്നു. ഇനിയിപ്പോൾ നമുക്ക് എന്തായാലും കാസ്റ്റ് ചെയ്ത് നോക്കാം. നമുക്ക് 3 ചെറുമീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നേരെ നമുക്ക് കാസ്റ്റിങ്ങിലോട്ട് പോവാം. സ്ട്രൈക്ക് മിസ്സായി. ചേറാനാന്ന് തോന്നുന്നു. അവിടെ തന്നെ ഉണ്ട്. ചിമുട്ടാടി വായുണ്ടാക്കി കയറും കേട്ടോ. എന്നെ ആട്ടി അടിക്കുന്നേ. മാറി അത് മാറിയത്. ഇവിടെ തന്നെ ഉണ്ട്. തൊട്ട് കീഴെ നടിച്ച്. അവിടെ പാണ്ട കയറഞ്ഞൂടെ. തൊട്ട് കീഴെ നാവീനടിച്ച കണ്ടായിരുന്നു നിങ്ങൾ. അത് ഹെവി സൈസ്, ഒരു 2 kg ഉള്ള ചേറാൻ. അവിടെ പാണ്ട അടിച്ച് പിഴിങ്ങേട്ടാ. സെറ്റ് അതെന്തായാലും പോളി ഫിഷിങ് ആയിരുന്നേട്ടാ. ഇവിടെ തൊട്ട് കീഴെ നാവീനടിച്ച്. അപ്പോൾ നമ്മുടെ 4ാമത്തെ ചേറാനാണ്. അതായത് ബ്രാവോടെ പാണ്ടലടിച്ച ചേറാൻ്റെ സൈസ് നിങ്ങളാണ്ട. അടിപൊളി കിണ്ണം സൈസ് ആണ്. കണ്ട ഹെവി, ഒരു 2 കിലോ അടുത്ത് എന്തായാലും ഉണ്ട് കേട്ടോ. ഒരു 2 kg പ്ലസ് ആണ്. ബ്രാവോടെ പാണ്ട ഇരിക്കുന്നത് കണ്ടോ നിങ്ങൾ, കാണാം നിങ്ങൾ കണ്ടോ. അടിപൊളി. അത് മേളിലാണ് ഹുക്കായിരിക്കുന്നത്. 2 ഹുക്കും പ്രോപ്പറായിട്ട് കയറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല, പൊളി. നമുക്ക് തൊട്ട് കീഴേ, നമ്മുടെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇത്രയും തൊട്ട് കീഴേന്ന് മീൻ അടിക്കുന്നത്. അപ്പോൾ നമ്മുടെ 4ാമത്തെ മീനാണ് കേട്ടോ ഇത്. ഇവനെ എടുത്തിട്ട് നമുക്ക് കാസ്റ്റ് ചെയ്യാം കേട്ടോ. ബ്രാവോടെ പാണ്ട തറച്ച് കയറി കേട്ടോ.
ചെറിയ ഫോളോ. അത് നമ്മൾ ഈ ഫ്രണ്ടിലത്തെ സൈറ്റിൽ നിന്ന് കേട്ടോ. ഈ ആമ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ്. സ്ട്രൈക്കാണ് ഗൈസ്. നമുക്ക് നോക്കാം അടിക്കാം. സ്ട്രൈക്കാണ്, ആമ്പലിൻ്റെ ഫ്രണ്ടിൽ നിന്നാണ് സ്ട്രൈക്ക്. കിട്ടിയില്ല. ജസ്റ്റ് ആമ്പലിനകത്തിപ്പുണ്ട് രണ്ടാമത്തെ സ്ട്രൈക്ക്. അത് ആമ്പലിനകത്തായത് കൊണ്ടാണ് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റാത്തത്. നമ്മളവനെ അടിപ്പിക്കണം, അതാണ് നമ്മുടെ കഴിവ്. ഓക്കെ, ഞാൻ പറഞ്ഞില്ലേ നമ്മൾ അടിപ്പിക്കണമെന്ന്. നമ്മുടെ 5ാമത്തെ സാധനം വരുന്നുണ്ട്. ചേറാനാണ് ഗൈസ്. നമ്മൾ 5ാമത്തെ ചേറാണേ. നമ്മൾ തകർക്കും. നമ്മൾ ബ്രാവോടെ പാണ്ട ഒരു രക്ഷയില്ല. ബ്രാവോടെ പാണ്ട അതാണ്ട് 5ാമത്തെ ചേറാൻ അടിച്ച് വിഴുങ്ങിയിട്ട് കാണിക്കാം. ഒറ്റ സെക്കൻഡ്. ഗൈസ്, ഒരു 1 kg ഉള്ളൊരു ചേറാൻ, നമ്മുടെ 5ാമത്തെ ചേറാനാട്ടോ. ബ്രാവോടെ പാണ്ടയാണ് ഇരിക്കുന്നുണ്ടോ. നല്ല ക്ലിയർ ഹുക്ക്, അപ്പോൾ ഒന്നും പറയാനില്ല, പൊളി. നമ്മൾ തകർക്കുകയാണ്. നമ്മളിവൻ്റെ ഹുക്കൂടെ റിലീസ് ചെയ്തിട്ട് എന്നാ ഹുക്കപ്പാടാ, ഒരു രക്ഷയില്ല. എവിടെയോ ഒരടി കേട്ട്. ആറാമത്തെ ചേറാൻ ഞാൻ പറഞ്ഞില്ലേ. 6ാമത്തെ ചേറാൻ നമ്മുടെ ബേബി ക്രോസ് അങ്ങോട്ട് എടുത്തിടാനിരുന്ന് മീനടിക്കാൻ. ബേബി ക്രോസ് ഇപ്പോൾ പാണ്ട റെസ്റ്റിലോട്ട് മാറി. ഇപ്പോൾ നമ്മുടെ 6ാമത്തെ ചേറാനാണ് കേട്ടോ ഇത്. ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ട ബേബി ക്രോസ് ഇരിക്കുന്നുണ്ട് ഗൈസ്, കാണാം നിങ്ങൾക്ക്. അടിപൊളി കിടുക്കാച്ചായിട്ട് ഹുക്കപ്പ് ആകുന്നത്. ഒന്നെങ്കിൽ നാക്കയിൽ അല്ലെങ്കിൽ മേളിൽ. ഈ മേളിലും താഴെയും ഹുക്കപ്പായാൽ പിന്നെ ഒരിക്കലും മീൻ മിസ്സാകത്തില്ല. ഈ നാക്കലായേക്കുന്നത് കേട്ടോ. ഒരു ഹുക്ക് നാക്കലായാൽ പിന്നെ എടുക്കാൻ പാടാം. എൻ്റെ ഹുക്ക് റിലീസ് ചെയ്തിട്ടുണ്ട്. ഇപ്പം ഇവനെ കൊല്ലിലോട്ടാക്കുക. നമ്മൾ 6ാമത്തെ ചേറാനാണ് കേട്ടോ. പൊളി നമ്മൾ തകർക്കുകയാണ്. വെയിറ്റിംഗ് ആണ്. നമ്മൾ ഇന്ന് കറങ്ങും, അതാണ് ഒന്നാമത്തെ പ്രശ്നം. നമ്മളത് പുറകോട്ട് പോവാം. ട്രാക്ക് മാറി. അതിപ്പുറത്ത് വന്ന കേട്ടോ. ഇവിടുണ്ട്. കിട്ടിയില്ലേ? ഉണ്ട്. കിട്ടി സാധനം കിട്ടി. ആ മോനെ ചേറാൻ അങ്ങനെ പൊളിച്ച് എന്നിട്ട് വെച്ച് കൊടുത്തിട്ടാണ് അടിച്ചത്. നമ്മുടെ 7ാമത്തെ ചേറാനാട്ടോ. കണ്ടോ, 7ാമത്തെ ചേറാനാണ്. സ്ട്രൈക്ക് ചെയ്ത് എനിക്ക് കൺഫേം അല്ലായിരുന്നു ഇവൻ അടിച്ച് എടുത്തിട്ടുണ്ടെന്ന്. വെച്ച് കൊടുത്ത് വെയിറ്റ് ചെയ്തിട്ടാണ് ഹുക്കപ്പ് കൊടുത്തത് കേട്ടോ. അത്യാവശ്യം കുഴപ്പമില്ല. 1 kg എന്തായാലും പൊളിയായിട്ടുണ്ട്. അപ്പോൾ കിട് നമ്മുടെ 7ാമത്തെ ചേറാൻ കേട്ടോ. ഗൈസ്, ഞാൻ കാണിച്ചു തരാം. നമ്മുടെ 7ാമത്തെ ചേറാനാണ്. കാണിച്ചു തരാം. കാരണം അടിച്ചേക്കുന്നത് ഇതാണ്, ക്രോസിൻ്റെ ബേബിയാണ് കേട്ടോ. ബേബി ക്രോസിലാണ് അടിച്ചേക്കുന്നത്. നല്ല അത്യാവശ്യം നല്ല കിടുക്കാച്ചി ഒരു ചേറാണ്. നോക്കി,
അടിപൊളി കറുത്ത് കരിമുട്ടി സാധനം. നമ്മുടെ 7ാമത്തെ ചേറാൻ കേട്ടോ. വരാല് പിടിക്കുന്നതിൽ നമ്മൾ ചേറാനെ പിടിച്ച് മരിക്കും. എൻ്റെ പൊന്നി ഫ്രോഗൊക്കെ എന്നെ ഫ്രോഗ. നമ്മുടെ മാർക്കറ്റിൽ ഏറ്റവും ബെസ്റ്റ് ഫ്രോ ആണ് ബ്രാവോയുടെ ക്രോസും, അതായത് ബേബി ക്രോസും. ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ല കേട്ടോ. ഇമാർ മറ്റ് സ്പിന്നറിട്ട് അടിച്ചിട്ട് മീൻ അനക്കമില്ലെങ്കിൽ ഇത് ഇട്ട് അടിച്ചു കഴിഞ്ഞാൽ എപ്പോഴുണ്ടായാലും മീൻ ഇറങ്ങി വരും. അതിന് ഗ്യാരൻ്റിയാണ്, ഒരു രക്ഷയില്ല കേട്ടോ. ഇപ്പോൾ ഏറ്റവും കൂടുതൽ മീൻ പിടിച്ചേക്കുന്നത് നമ്മൾ ബേബി ക്രോസിലാണ് കേട്ടോ. ഒരു രക്ഷയില്ല. പൊളി ഫ്രണ്ട്സ്. ഇവിടെ മീൻ ഏറെടുത്തിട്ടുണ്ട്. നമുക്കെന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. നമുക്കെന്തായാലും നങ്കൂരം ഒന്ന് ജസ്റ്റ് സപ്പോർട്ടിന് ഇട്ടേക്കാം. അല്ലെങ്കിൽ നമ്മൾ അങ്ങ് പോകും. നമ്മൾ ബേബി ക്രോസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. അങ്ങ് പോയിട്ടുണ്ട്. അടിച്ച് കാല് സ്ലിപ്പായി കഴിഞ്ഞപ്പം നമ്മുടെ 8ാമത്തെ ചേറാൻ ഇപ്പോൾ നമ്മളെ 8ാമത്തെ ചേറാൻ കയറിയിട്ടുണ്ട്. ഒരു രക്ഷയില്ല. ഞാനിപ്പോൾ മലന്ന് വീണേനെ കേട്ടോ. അപ്പോൾ ക്യാമറ മേപ്പോട്ട് പൊങ്ങിയോന്ന് എനിക്കൊരു ഡൗട്ടുണ്ട്. 8ാമത്തെ ചേറാൻ ഉണ്ട്. ഒരു 1 kg ഉള്ള ഒരു ചേറാനാണ് കേട്ടോ. നോക്കി, അടിപൊളി ബേബി ക്രോസ്. ബ്രാവോയുടെ ബേബി ക്രോസിലാണ് അടിച്ചേക്കുന്നത്. നമ്മളിന്ന് ഫുള്ള് സാധനം ബേബി ക്രോസ്. ഇതാ ബ്രാവോയുടെ. അപ്പോൾ താഴെ നിന്ന് മേപ്പോട്ട് കയറി ഇനി നമുക്ക് വീട്ടിലോട്ട് പോകണം. പിന്നെ ഇവിടുന്ന് പയ്യെ കാസ്റ്റ് ചെയ്ത് നമുക്ക് മേപ്പോട്ട് അങ്ങ് പോവാം. ആണെങ്കിൽ മൂന്നൊക്കെ വന്ന് അടിക്കണ്ടേ പടക്കാന്ന്. നമ്മുടെ ആണ്ടേ 9ാമത്തെ ചേറാൻ. മോനെ സെറ്റ് 9ാമത്തെ ചേറാൻ. 9ാമത്തെ അടിപൊളി മാന്താപ്പൈ. 9ാമത്തെ ചേറ. ഇവനൊരു വേറൊരു വ്യത്യസ്തതയായിട്ടൊരു കളർ കോംബോ. ഇതൊരു വെറൈറ്റി ഉണ്ട് കേട്ടോ ഇതിന്. നമ്മുടെ 9ാമത്തെ ചേറാനാണ്. ആണ്ടെ ക്രോസ്. ബ്രാവോയുടെ ക്രോസിലാണ് അടിച്ചേക്കുന്നത്. എൻ്റെ പൊന്ന് ഗൈസ്, ഒരു റിസൾട്ട്. ഇതിൻ്റെ റിസൾട്ട് എന്താ പറയാനൊന്നും പറയണ്ട. നിങ്ങൾ കണ്ടല്ലോ ഇതിൻ്റെ റിസൾട്ട്. മേടിക്കുക, യൂസ് ചെയ്യുക, മീൻ പിടിക്കുക, അത്ര എനിക്ക് പറയാനുള്ളൂ. ധൈര്യമായിട്ട് കണ്ണും പൂട്ടി മേടിക്കുക. ഇത്രയും മീനെ പിടിച്ചിട്ട് ഒരു കുഴപ്പമില്ല. അപ്പോൾ നമ്മുടെ 9ാമത്തെ ചേറാൻ. ഏറ്റവും വെയിലുക. എൻ്റെ പൊന്ന് ഗായ്സ്, അടി കണ്ടോ? എന്തോ അടിയല്ലേ, തീറടിയാ. ഇച്ചിരി അതിൻ്റെ സാധനമായിരുന്നു. ഇച്ചിരി കുഴപ്പമില്ലാത്ത സൈസാട്ടോ. പല തീറി ഇത്തിരി മാന്യമായ സൈസ്. സൈസ് പൊളി ഹെവി ഹ്യൂജ്. പൊക്കി കേട്ടാ പറ്റുന്നില്ല. ഇവിടെ വാടാ. ലീഡറേ അവിടെ നിൽക്കണോ? ഹെവി ഹ്യൂജ് സാധനം. 10ാമത്തെ ഹ്യൂജ് കിട്ടിയതിൽ ഏറ്റവും ജൈന്റ് സാധനം. എൻ്റെ പൊന്നെ,
ഞാൻ കാണിച്ചു തരാം. ബേബി ക്രോസ്, ബേബി ക്രോസ്, ബേബി ക്രോസ്. ഹെവി ഐറ്റം അടിച്ചിരിക്കുന്ന ബേബി ക്രോസിലാണ് കേട്ടോ. എൻ്റെ പൊന്നെ കണ്ട് ഇതുണ്ട്, ബേബി ക്രോസ് ഇരിക്കുന്നുണ്ട്, കാണാം നിങ്ങൾക്ക്. അടിപൊളി, ഒരു രക്ഷയില്ല കേട്ടോ. മേലെണ്ണാക്കിലാണ് ഹുക്ക് കയറിയിരിക്കുന്നത്, അതുകൊണ്ടാണ് അത് പോകാഞ്ഞത്. അന്യ ഫൈറ്റ്, ഒരു രക്ഷയില്ല. ഹുക്ക് തറച്ച് കയറി കേട്ടോ. പൊളി 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 പൊളി. നമ്മുടെ 10ാമത്തെ ചേറാനാട്ടോ. കണ്ടേ ബേബി ക്രോസ് കിട്ടിയ മുതലിനെ കണ്ട. ഒയ്യോ എൻ്റെ പൊന്നി, ഹ്യൂജ് സാധനം. മാന്താപ്പ്, രക്ഷയില്ല കേട്ടോ. ഒരു 2 kg മണ്ടയിലുള്ള സാധനം ബേബി ക്രോസ്. ഇന്ന് ഫുള്ള് ബേബി ക്രോസ് പൊളിച്ചടിക്കുക കേട്ടോ. എൻ്റെ മോനെ 10ാമത്തെ ചേറാൻ. ഹായ്, അപ്പോൾ നമ്മളുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാം കേട്ടോ. നമ്മളിന്ന് തകർത്ത്, ഒരു രക്ഷയില്ല. നമ്മുടെ ഫിഷിങ് കരിയറിൽ ആദ്യമായിട്ടാണ് ഇത്രയും ഹെവി ക്വാണ്ടിറ്റിയിൽ നമ്മൾ മീൻ പിടിക്കുന്നത് കേട്ടോ. അതായത് നമ്മൾ ഒറ്റയ്ക്ക് കൊട്ടവഞ്ചിയിൽ ഇതുണ്ടോ തുഴഞ്ഞൂപ്പടം വന്ന് മീൻ കിടക്കുന്നത് കണ്ടോ. എൻ്റെ പൊന്ന് ഗായ്സ്, കണ്ടോ മീൻ കിടക്കുന്നത് കണ്ടോ. ഒരു 12 ചേറാനെങ്കിലും കാണും കേട്ടോ മിനിമം. അപ്പം അതായത് നമ്മൾ മീൻ പിടിച്ചെങ്കിൽ ലൊക്കേഷൻ തോണ്ടാ ബാക്കി കാണാൻ സൈറ്റിൽ നിന്നാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നമ്മളെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അതുപോലെ തന്നെ ബ്രാവോയുടെ ഫ്രോഗിൻ്റെ ക്വാളിറ്റിയും അതുപോലെ റിസൾട്ടും ഈ ഒറ്റ മീനിൻ്റെ ക്വാണ്ടിറ്റി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. അതായത് നമ്മൾ ക്രോസും എറിഞ്ഞിട്ടുണ്ട്, ബേബി ക്രോസും എറിഞ്ഞിട്ടുണ്ട്, അതുപോലെ തന്നെ പാണ്ടയും എറിഞ്ഞിട്ടുണ്ട്. ഈ 3-നകത്ത് നമ്മൾ മീൻ പിടിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മീൻ കിട്ടിയത് ബേബി ക്രോസിനകത്താണ്. ഈ ഒരു രക്ഷയില്ലാത്ത റിസൾട്ട്. അതായത് മീനിൻ്റെ ആക്ടിവിറ്റി ഒന്നുമില്ല, നമ്മൾ അവിടെ ഫ്രോഗ് എറിഞ്ഞിട്ട് റിട്രീവ് ചെയ്ത സെക്കൻഡിലടിയ അടിയോടടി. അത് ഹെവി ചേറാൻ വരെ നമ്മുടെ ബേബി ക്രോസിൽ കയറിയിട്ടുണ്ട്. ചേറാൻ മാത്രം ഒരു 12ഓളം ചേറാൻ മാത്രം ഇന്ന് കയറിയിട്ടുണ്ട്. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെയൊക്കെ കട്ട സപ്പോർട്ട് വേണം. പിന്നെ ഇതുപോലെ നല്ല വെടിച്ചിൽ വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.